ഡിയർ സ്റ്റുഡൻസ്, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്ക് സ്റ്റീരിയോ കെമിസ്ട്രിയിലെ അസിമെട്രിക് കാർബൺ എന്ന ടോപ്പിക്കാണ്. നമുക്കറിയാം അസിമെട്രിക് കാർബൺ അല്ലെങ്കിൽ അസിമെട്രിക് കാർബൺ ആറ്റം അല്ലെങ്കിൽ നമ്മളതിൻ്റെ റിലേറ്റഡ് ടേംസിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഒരു മോളിക്യൂൾസിൽ ഒരു കാർബൺ ആറ്റംസ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുമായിട്ട് അല്ലെങ്കിൽ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ആറ്റംസുമായിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള കാർബൺ ആറ്റത്തിനെ നമ്മൾ എന്ത് പറയും? അസിമെട്രിക് കാർബൺ ആറ്റം അല്ലെങ്കിൽ കൈറൽ കാർബൺ എന്ന് പറയും. സാധാരണയായിട്ട് ഒരു കൈറൽ കാർബൺ ആറ്റം റെപ്രസെൻ്റ് ചെയ്യുന്നത് ആസ്റ്ററിസ്ക്, അതായത് ഈ ഒരു ചിഹ്നം വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് അസിമെട്രിക് കാർബൺ ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ ഇത്തരത്തിലുള്ള സെൻറ്റേഴ്സിനെ സ്റ്റീരിയോജനിക് സെൻറ്റർ അല്ലെങ്കിൽ കൈറൽ സെൻറ്റർ എന്ന് പറയാറുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റീരിയോ റെപ്രസെൻറ്റേഷൻ ഓഫ് ലാക്റ്റിക് ആസിഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ ലാക്റ്റിക് ആസിഡിൻ്റെ വേറൊരു പേരും കൂടി പറയും 2 ഹൈഡ്രോക്സി പ്രൊപ്പനോയിക് ആസിഡ്. അപ്പോൾ അത്തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റാർ പോലത്തെ ഒരു ചിഹ്നം ഇട്ടിട്ടില്ലേ, ആ ചിഹ്നം ഇട്ട സാധനം എന്താണ്? ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ആസ് ദാറ്റ് ഈസ് എ കൈറൽ കാർബൺ ഓർ സ്റ്റീരിയോജനിക് സെൻറ്റർ. അല്ലെങ്കിൽ നമുക്ക് എന്തിനാ വേറെ കുറേ പേരിൽ അത് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. സ്റ്റീരിയോജനിക് ആറ്റം. ഓക്കെ, ദാറ്റ് ഈസ് വൈ കാർബൺ എന്താണ് അവിടെ? അസിമെട്രിക് കാർബൺ ആണ്. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആ ഒരു സ്റ്റാർ ചിഹ്നം ഇട്ടിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മിറർ ഇമേജസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ സി സ്റ്റാർ എന്ന് പറയുന്ന സാധനം എന്താണ്? സ്റ്റീരിയോജനിക് സെൻറ്റർ ആണ്. ദാറ്റ് ഈസ് സ്റ്റീരിയോജനിക് കാർബൺ ആണ്. 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പിനെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. H, COH, OH ആൻഡ് CH3. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കൈറാലിറ്റി ഓഫ് ലാക്റ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ സ്റ്റീരിയോ സെൻറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ആറ്റം ലീഡ്സ് ടു കൈറാലിറ്റി. കൈറാലിറ്റിയിലേക്ക് നയിക്കുന്ന സാധനമാണ് സ്റ്റീരിയോ സെൻറ്റർ എന്ന് പറയുന്നത്. ചിലപ്പോൾ അല്ലെങ്കിൽ ഇനാൻഷ്യോമേഴ്സിലേക്കും. അപ്പോൾ ഒരു സ്റ്റീരിയോ സെൻറ്റർ അല്ലെങ്കിൽ ഒരു സ്റ്റീരിയോജനിക് ആറ്റം എന്തുണ്ടാവില്ല? ഒരു കാർബൺ ആറ്റം തന്നെയാണെന്നില്ല. അതായത് ഏത് തരം ആറ്റം വേണമെങ്കിൽ കൂടി സ്റ്റീരിയോജനിക് സെൻറ്ററിലേക്ക് വരാം. അപ്പോൾ കാർബൺ ആറ്റം ഇല്ലാതെയും സ്റ്റീരിയോജനിക് സെൻറ്റർ ഉണ്ടാവും. പക്ഷെ അതിന് നമ്മൾ സാധാരണയായിട്ട് കാർബൺ ആറ്റം ഉള്ള ഗ്രൂപ്പിനാണെങ്കിൽ അസിമെട്രിക് കാർബൺ എന്ന് വിളിക്കും. അല്ലാതെ കേസിൽ ഇപ്പോൾ നൈട്രജനൊക്കെ വരുവാണെങ്കിൽ നമ്മൾ അതിനെന്ത് വിളിക്കും? സ്റ്റീരിയോ സെൻറ്റർ ഓർ സ്റ്റീരിയോജനിക് ആറ്റം എന്ന പേരിലാണ് പറയുന്നത്. 2 കൈറ മോളിക്യൂൾസ് ഉണ്ട്, 1ഉം 2ഉം. അതിലൊന്നിൽ കാർബൺ ആയിട്ടും മറ്റൊന്ന് നൈട്രജനുമാണ് അതിൻ്റെ സെൻറ്ററിൽ വരുന്നത്, അതായത് സ്റ്റീരിയോജനിക് ആറ്റമായിട്ട് വരുന്നത്. കാർബൺ ഒന്നിലുള്ളതുകൊണ്ട്, അതായത് ഒന്നാമത്തെ സ്ട്രക്ചറിൽ കാർബൺ ഉള്ളതുകൊണ്ട് നമ്മൾ ഇതിനെന്ത് പറയും? അസിമെട്രിക് കാർബൺ എന്ന് പറയും. രണ്ടാമത്തേൽ നൈട്രജനാ ഉള്ളതുകൊണ്ട് നമ്മൾ സാധാരണയായിട്ട് അതിന് ബെറ്റർ റിഫേർഡ് ആസ് സ്റ്റീരിയോജനിക് ആറ്റം. ഈ 2 സ്ട്രക്ചറും എന്താണ്? കൈറൽ മോളിക്യൂൾസ് ആണ്. ബോത്ത് ദീസ് 2 റെസ്പോൺസിബിൾ ഫോർ കൈറാലിറ്റി ഓഫ് ദ മോളിക്യൂൾ ബിക്കോസ് ദേ ആർ നോൺ ആസ് കൈറാലിറ്റി സെൻറ്റേഴ്സ്. ഓക്കെ, ദേ ആർ നോൺ ആസ് കൈറാലിറ്റി സെൻറ്റേഴ്സ് ഓഫ് ദി മോളിക്യൂൾസ്. ഇങ്ങനെയാണ് നമ്മൾ കൈറാലിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് അസിമെട്രിക് കാർബൺ മാത്രമല്ല ഒരു മോളിക്യൂളിന് കൈറാലിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ കുറേയധികം മോളിക്യൂൾസ്, അതായത് ഈ പറയുന്ന നൈട്രജൻ, സിലിക്കൺ, ഫോസ്ഫറസ്, ജെർമാനിയം കോമ്പൗണ്ട്സിൻ്റെ എല്ലാം ഇനാൻഷ്യോമേഴ്സ് എല്ലാം ഓൾറെഡി ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ട്. ഡബ്ലി ബോണ്ടഡ് ആറ്റംസ് അല്ലെങ്കിൽ സിസ്-ട്രാൻസ് ഓർ ജിയോമെട്രിക് ഐസോമേഴ്സ് എല്ലാം ഇനാൻഷ്യോമേറിസം കാണിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. താങ്ക് യു.